സയ്യിദുനാ ആദം അലൈഹിസ്സലാം. ഏത് ആദം അലൈഹിസ്സലാമാണ് 40 ഹജ്ജ് ചെയ്ത സയ്യിദുനാ ആദം? ഒരു ഹജ്ജല്ല, 40 ഹജ്ജ് ചെയ്ത ആദം അലൈഹിസ്സലാം ഇന്ത്യ രാജ്യത്ത് നിന്ന് പോലും നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്തു പോല മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാം. ആ ആദം നബിയുടെ മുമ്പിലേക്ക് മനുഷ്യരാശി ഒന്നടക്കം ചെല്ലുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ ലോകത്തുള്ള ജനങ്ങൾ മഹാനായ വാപ്പയുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. യൗമ യദ്ഉ ആദമും വഅംബിയാ നഫ്സി 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 നഫ്സിയാ. മഹാനായ ആദം അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് ലോകത്തുള്ള ജനങ്ങളെ ചെന്നിട്ട് പറയാണ്, പ്രിയപ്പെട്ട പിതാവേ, ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്, മഹ്ശറിന്റെ പ്രയാസം താങ്ങാൻ പറ്റുന്നില്ല വാപ്പ, അള്ളാനോടൊന്ന് പറയുമോ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുവാൻ? ഈ അതികഠിനമായ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല വാപ്പ, അള്ളാഹുവിനോടൊന്ന് പറയൂ പ്രിയപ്പെട്ട പിതാവേ എന്ന് ആദം അലൈഹിസ്സലാമിനോടൊന്ന് ശുപാർശക്ക് പറയുമ്പോ ആദം നബി 40 ഹജ്ജ് ചെയ്ത മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാം പറയുന്ന വർത്തമാനം എന്താണെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യം പടച്ച മഹാനായ ആദം അലൈഹിസ്സലാം മനുഷ്യരാശിയുടെ പിതാവ് പറയാണ്, ഞാൻ ചെയ്തു പോയ തെറ്റോർത്തുകൊണ്ട് വേവലാതിയിലാണ് മക്കളെ, ഞാൻ തന്നെ ഇവിടെ വലിയ പ്രതിസന്ധിയിലാ, ഞാൻ അള്ളാഹുവിനോട് ഒരു അപരാധം ചെയ്തിട്ടുണ്ട്, അള്ളാഹ് എങ്ങാനും എന്നെ പിടികൂടുമോ എന്ന ഭയത്തിലാണ് ഞാൻ നിൽക്കുന്നത്, ചോദിക്കാൻ വാപ്പാക്ക് പറ്റൂല മക്കളെ. സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാം, ഞാൻ 40 ഹജ്ജ് ചെയ്ത ആളാണ്, നിങ്ങൾ എല്ലാവരും വാ, ഞാൻ പോയിട്ട് ചോദിക്കാനല്ല, ഞാൻ മനുഷ്യരാശിയുടെ പിതാവാണ്, നിങ്ങൾ വാ, ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളെ സ്വർഗത്തിലേക്ക് കടത്താനല്ല, ഞാനൊരു അപരാധം ചെയ്തു പോയിട്ടുണ്ട്, സ്വർഗത്തിൽ അല്ലാഹ് ചെല്ലല്ലേ അടുക്കല്ലേ എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ അടുക്കലേക്ക് ഞാൻ പോയിട്ടുണ്ട് മക്കളെ, അതിന്റെ പഴം ഞാൻ പറിച്ചിട്ടുണ്ട് മക്കളെ, അത് ഞാൻ അറിയാതെ കഴിച്ചു പോയിട്ടുണ്ട് മക്കളെ, അതോർത്തുകൊണ്ട് വേവലാതിയില്ല വാപ്പ, 40 ഹജ്ജിന്റെ കനമില്ല, 1000 കൊല്ലം കരഞ്ഞതിന്റെ പവറില്ല, റബ്ബനാ വലംനാ അൻഫുസനാ എന്ന് പറഞ്ഞതിന്റെ യാതൊരു ദാർഢ്യവുമില്ല, എന്റെ തൗബ റബ്ബ് സ്വീകരിച്ചു എന്ന് എനിക്ക് സന്തോഷ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഗർവവും ഇല്ല, അതൊന്നുമില്ല, തൗബ റബ്ബ് സ്വീകരിച്ചു.